പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്ന് സംസാരിച്ചതാണ്. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ഒരു കൂട്ടായ്മകൾ, കൂടിച്ചേരലുകൾ, സന്തോഷവും അതുപോലെ തന്നെ നമ്മൾ കുറേ കാലം പിന്നിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടുകയാണ്. റയോൺസിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സൗകര്യപ്രദമായി ജോലി ചെയ്യാൻ വേറെ ഒരു സ്ഥലത്തും പറ്റില്ല എന്നുള്ളതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഈസി ഗോയിങ് ആയിട്ട് ജോലി ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു റയോൺസിലെ ജോലി. കാരണം അവിടെ അങ്ങനെ വലിയൊരു സമ്മർദ്ദങ്ങളോ, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന, ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നത് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു പണി ഉണ്ടാവില്ല, ഈ വല്ലപ്പോഴും ഓഫീസിൽ പോകും, വല്ലപ്പോഴും തിരിച്ചു വരാം, ഉത്തരവാദിത്തങ്ങൾ കുറവായിരിക്കുന്ന നേരം. എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇവിടെ പലപ്പോഴും കയറി വല്ലതും പോലും പറ്റില്ലെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടെൻഷനില്ലാതെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അതായിരുന്നു. തുടർന്ന് ഞാൻ സർക്കാർ സർവീസിൽ വന്നപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം അവിടെ ഉത്തരവാദിത്വം കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം, പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടായ്മ, സീതാരാം സാറ് എൻ്റെ അടുത്ത് അത് രാവിലെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ അന്തരീക്ഷം റയോൺസ് പോലെ മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. കാരണം അത് അത്രയും അടുപ്പമുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് സമയം ഒരുപാടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്ന് കുറേ നേരം സംസാരിക്കും. അങ്ങനെ കുറേ സംസാരിക്കാനും ആ ഒരു ഇൻട്രാക്ഷനൊക്കെ സമയം ഒരുപാടുണ്ടായിരുന്നു. ആ സമയം കൊണ്ടൊക്കെ ഒരു നല്ല സൗഹൃദ ബന്ധം പരസ്പരം ഉണ്ടായിരുന്നു. ആ ബന്ധം നമുക്ക് തുടർന്ന് ഇത്തരം ഒരു സംഘടന കൊണ്ട് തുറന്നു പോകാൻ കഴിയും. നമ്മൾ സ്വസ്ഥമായി കഴിഞ്ഞപ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് വന്നത്. അപ്പോൾ നമുക്കിനി തുടർന്ന് ഈ കൂട്ടായ്മ എന്ന് ശാശ്വതമായി മുന്നോട്ട് പോട്ടെ. കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി നല്ല സജീവമായ ഒത്തുചേരലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് KVS മണി. ഒരു സംസാരിച്ച് വരുമ്പോൾ റയോൺസിനെ കുറിച്ച് പറയുമ്പോൾ സ്പിന്നിങ്ങിലും CFലും നമ്മുടെ ഓഫീസിലും 3 സെക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്പിന്നിങ്ങിൽ സ്പിൻ ചെയ്ത് കേക്ക് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ CFൽ സെല്ലോ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലറിക്കൽ പോസ്റ്റിൽ പോയപ്പോൾ അതേ സാധനം നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ സംതൃപ്തിയാണ്. ദുബായിലായിരുന്നു കുറച്ച് നാൾ, 9 വർഷം ഉണ്ടായിരുന്നു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു. അവിടെയും 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് എനിക്ക് കിട്ടാനുണ്ടായ സാഹചര്യത്തിൽ 1000 പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ട്രാവൻകൂർ റയോൺസ് എനിക്ക് തന്ന കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ദുബായിൽ സംസാരിച്ചു എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. ഇപ്പോൾ നിലവിൽ ഞാൻ അഗ്രികൾച്ചർ ഫാമിങ്ങിലാണ് ഉള്ളത്. ഇപ്പോൾ 2 മണിക്കൂർ മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത്. എറണാകുളം ജില്ലയിൽ നമ്മുടെ എല്ലാ ഫാമും റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട്, യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 20 lakhs വ്യൂസ് ആയിട്ട് നമ്പർ 1 ആയിട്ട് ഞാൻ വന്നു എന്നുള്ള ന്യൂസ് അപ്പോൾ എനിക്ക് 2 മണിക്കൂർ മുമ്പാണ് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാവുന്നതാണ്. KVS മണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. ഒരു പിടി മണ്ണുണ്ടാകാൻ 250, 500, 750, 1000 വർഷങ്ങൾ വേണം എന്നുള്ള വീഡിയോ കണ്ട നമ്മുടെ അഗ്രികൾച്ചർ സെക്രട്ടറിയാണ് എന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് വിട്ടത്. എറണാകുളം ജില്ലയിലെ മാസ്റ്റർ ഫാർമർ ട്രെയിനർ എന്നുള്ള നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനർ ആവാൻ എനിക്ക് പറ്റി. ഇപ്പം നിലവിൽ ഫാമിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000 വിത്തുകൾ എന്ന് പറഞ്ഞ് 1950-ലെ കൃഷിനെ വീണ്ടും കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കിനായിട്ട് അത് തുറന്നു കൊടുക്കുകയാണ്. ആർക്ക് വേണമെങ്കിൽ വന്ന് കാണാവുന്ന രീതിയിൽ 1950-ൽ പയറിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നോ അതേ രീതിയിലുള്ള നാച്ചുറൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടാണ് ആ പയർ നമ്മൾ ഉണ്ടാക്കുന്നത്. 1000 വിത്തുകൾ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ പയർ ടേസ്റ്റ് ചെയ്യാൻ ഈ ഗ്രൂപ്പിൽ എത്ര പേർക്ക് സൗഭാഗ്യമുണ്ട് എന്ന് എനിക്കറിയില്ല.
സൗഭാഗ്യമുള്ളവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന സമയത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂന്ന് വർഷക്കാലമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വേറെ കമ്പനികളിലേക്ക് പോയി. പിന്നീട് ലോകത്തിലെ പല ഭാഗത്തും വർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഇപ്പോൾ 2024 തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ആലുവയിൽ സെറ്റിൽഡാണ്. എന്നാലും ഫാർമക്കോറൻസിൻ്റെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം ബാക്കിയുള്ള കമ്പനികളിലൊന്നും എനിക്ക് പലരും പറഞ്ഞതുപോലെ കിട്ടിയിട്ടില്ല. ഇനിയും പല പ്രാവശ്യം നമുക്ക് ഇതുപോലെ കൂടിച്ചേരാൻ അവസരമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഗെറ്റ് ടുഗദറിന് എത്താൻ കഴിഞ്ഞില്ല, യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിർബന്ധപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നത്. മിക്കവാറും മുഖങ്ങളെയൊക്കെ ടൗണിലും ചുറ്റുവട്ടത്തൊക്കെ വെച്ച് കാണുന്നുണ്ട്. വളരെ കുറച്ച് പേരെയാണ് നമ്മൾ കാണാതെ പോയത്. എന്തായാലും കൂട്ടായ്മ കൂടുതൽ ശക്തമായി തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഒരു പാട്ട് പാടാം എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം. നിനക്കുറങ്ങാൻ അമ്മയെപ്പോലെ ഞാനുണ്ണാതുറങ്ങാതിരിക്കാം. നിനക്കു നൽകാൻ ഇടനെഞ്ചിനുള്ളിലൊരൊറ്റ ചിലമ്പുമായി നിൽക്കാം. പണയപ്പെടുമ്പോഴും തോറ്റുകൊണ്ടേ നിന്നും പാഞ്ചാലിയായി പുഞ്ചിരിക്കാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. നിന്റെ ദേവാങ്കണം വിട്ടു ഞാൻ സീതയാ കാട്ടിലേക്കേകയാ പോകാം. നിന്റെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തി ഞാൻ നിനക്കായി നോറ്റു നോറ്റിരിക്കാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നോരർദ്ധനാരീശ്വരനാവാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നോരർദ്ധനാരീശ്വരനാകാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരീന്ദ്രനാണ്. ഏതാണ്ട് 26 വർഷം ലയൺസിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10-24 വർഷം പുറമേ വർക്ക് ചെയ്തു. ഒരു 50 വർഷം കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത് സുഖമായിട്ട് വീട്ടിലിരിക്കുകയാണ്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേര് എൻജിനീയേഴ്സാണ്. ഒരാൾ ലുലു മാളിലും ഒരാൾ ദുബായിലും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണമായിട്ട് വീട്ടിലിരിക്കുന്നു.
ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ. ഞാൻ ADP-യിൽ സാറിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 94 കയറി, പിന്നെ 98 ഞാൻ കുവൈറ്റിലേക്ക് പോയി. ഇപ്പോഴും കുവൈറ്റിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. കുവൈറ്റിൽ ഞാനൊരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് റിട്ടയറായി. അപ്പോൾ ഞാനിങ്ങോട്ട് പോരാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അവിടെ ഗവൺമെൻറ്റിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷനിൽ തന്നെ പിന്നെ ഒരു ഔട്ട്സോഴ്സിൽ നോക്കിയയിൽ കയറി. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. അതിൽ ഒരാൾ ആസ്ട്രേലിയയിൽ, ഒരാൾ കുവൈറ്റിൽ തന്നെ ഉണ്ട്, പിന്നെ ഒരാളുടെ ഇളയ മോൾ മാത്രം പഠിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ രാജശേഖരനാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ ഇത് കൊണ്ടുവന്ന്, അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും നമ്മുടെ പഴയ എല്ലാവരെയും കാണാനിടയായി. പിന്നെ കമ്പനിയുടെ അകത്ത് വീണ്ടും കയറാനിടയായി. ഇപ്പം ഞാൻ ഇവിടെ പലരും സംസാരിക്കുകയല്ലേ നമ്മുടെ ക്യാൻറ്റീനിലെ ഫുഡിൻ്റെയൊക്കെ കാര്യം. അതൊക്കെ ഞാനിപ്പോഴാണ് ഇങ്ങനെ ഓർക്കുകയാണ്. ഇതൊക്കെ ഓർക്കാനും സാധിച്ചത് ഇങ്ങനെ ഒരു പരിപാടി ഞാനിപ്പോൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലുള്ള പല ആളുകളും അതിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ഒന്നുകൂടി കാണാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. താങ്ക്സ്. ഞാൻ മുന്നോട്ട് വന്നില്ല എങ്കിൽ നമുക്ക് അതൊക്കെ കൺക്ലൂഡ് ചെയ്യാം. അതിനുമുമ്പ് നമുക്ക് അടുത്ത വർഷത്തെ കാര്യങ്ങൾ നടത്താനായിട്ടും ഇനി ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ആവിഷ്കരിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ മൈക്കിൽ ഒന്ന് പറയാൻ വഴിയുള്ളവരെ വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജായിട്ടോ എന്തെങ്കിലും ഗ്രൂപ്പിൽ എഴുതുക, നിങ്ങളുടെ അടുത്ത നിർദ്ദേശങ്ങൾ വല്ലതുണ്ടെങ്കിൽ. പിന്നെ പുതിയതായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് പ്രവർത്തിക്കാനായിട്ട് ഒരു കമ്മിറ്റി നമുക്ക് ഫോം ചെയ്യണം. കുറച്ചും കൂടി പ്രാപ്തരായ, കുറച്ചും കൂടി കൊള്ളാവുന്ന കുറച്ച് പേരും കൂടി നമുക്കിതിനകത്ത് വരികയാണെങ്കിൽ സന്തോഷം. ആരെങ്കിലും താല്പര്യമുള്ളവരാരെങ്കിലും വരാമോ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വല്ലപ്പോഴും ഒരു മാസത്തിലോട്ട് പെരുമ്പാവൂർ വരണമെന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പേരാണ് പറയും. ഷാജനെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ കുറെ കാലം ഞാനാണ് അതിന്റെ സെക്രട്ടറി ആയിട്ട് തുടരുന്നത്. ഒന്ന് തൽക്കാലം വേറെ ആരെങ്കിലും സെക്രട്ടറി ആയിട്ട് വരാമോ? അല്ല, സെക്രട്ടറി ആയിട്ട് ആരെങ്കിലും വരാൻ താല്പര്യം പറ്റുമോ? പിന്നെ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ തൽക്കാലം ഈ കമ്മിറ്റി തന്നെ തുടരാൻ തൽക്കാലം തീരുമാനിച്ചു. അതിന് കുറച്ച് പേരോട് കൂടുതലായിട്ട് പ്രഭാകരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷാജ വരാമെന്ന് പറഞ്ഞു. വേറെ ആരാ? സാജു പോളെ എന്താ വരാത്ത കുഴപ്പം? ഈ പെരുമ്പാവൂരല്ലേ? എനിക്ക് 5 കിലോമീറ്റർ വേണം ഇവിടെ വരാൻ. വയറയാണ്. സാജു പോളെ. വേറെ ആരെങ്കിലും വരാൻ പറ്റുമോ? പ്ലീസ്. നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാം, വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് എഴുതണം കേട്ടോ. എഴുതാൻ പറ്റില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയെങ്കിലും ഇടാം. ഞാൻ പിന്നെ എഴുതിയിട്ട് ഒരു പഴയ പോലെ ഒരു ശീലം ഉള്ളതുകൊണ്ട് അറിയാണ്ട് എഴുതി പോണതാ. എഴുതണ്ടെന്ന് വിചാരിച്ചാൽ ആരാ? പ്രകാശ് ഇവിടെ ബഹറിലല്ലേ? നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഇത് പ്രോഗ്രാമിന് വേണ്ടി വന്നതാ പ്രകാശ് ഷുക്കൂറൊക്കെ. അപ്പൊ അതിന് പ്രത്യേകം ഇപ്പൊ രാജശേഖരൻ എന്താ കുഴപ്പം? രാജശേഖരൻ വരണം. ഞാൻ പേരെടുത്ത് ആരെയും പറയില്ല എന്നുള്ളൂ. ആരെങ്കിലും ഒക്കെ വരിക. മണിക്ക് വരാൻ പറ്റുമോ? മണി കൃഷിയുടെ കൂട്ടത്തില് ഇവിടെ ഒരുപാട് കൃഷിക്കുള്ള അവസരമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഈ കൂട്ടായ്മ, ഞാൻ എല്ലാവരുടെയും ഫോൺ നമ്പർ ഒന്നുകൂടി അതിനകത്ത് ഇടാം. ദയവായി ഇത് സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുക. നമുക്ക് ഈ ബന്ധങ്ങൾ ഇപ്പം മക്കളുടെ കല്യാണ കാര്യം അന്വേഷിക്കാനോ എന്ത് കാര്യത്തിനും വിളിക്കാനോ നമുക്ക് വേറെ ആരോടെയും ചോദിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ചിലപ്പോൾ നിങ്ങളോട് അന്വേഷിക്കും. എൻ്റെ കാര്യം അറിയാലോ. എനിക്ക് മകള് IT എഞ്ചിനീയറാണ്.
ബാംഗ്ലൂരാണ്, മരുമോനും അത് തന്നെ. മകൻ ഫെഡറൽ ബാങ്കിലെ മാനേജറാണ്, ഇപ്പോൾ മദ്രാസിലെ. വൈഫ് പ്രിൻസിപ്പളായിരുന്നു, റിട്ടയറായി. ഞാൻ ഇതൊക്കെ തന്നെ ഒരു പരിപാടിയായിട്ട് നടക്കുന്നു. എൻ്റെ ജീവിതം. താമസിക്കുന്നത് കാഞ്ഞൂരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വേറെ ആരും പ്രൈവറ്റ് കാര്യങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. അത് കേൾക്കാനാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ഇരുന്നത്. പോലും സാർ ആസ്ട്രേലിയയിലല്ലേ മിക്കവാറും? ആസ്ട്രേലിയയിൽ വന്നതല്ലേ? കണ്ടോ, ആസ്ട്രേലിയയിൽ വന്നത് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. ഇനി ഏതായാലും വന്ന സ്ഥിതിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകണമെന്ന് പറയണേ. അമേരിക്കയിൽ നിന്ന് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യല്ലേ? എന്തോ ക്രിസ്തു പറയാനായിട്ട് വേറെ പുസ്തകം പറയല്ലേ? സ്ത്രീകളാരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം, അതിന് വേണ്ടിയാണ്. നമുക്കേ പ്ലീസ്, ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ക്രിസ്തു പറയാനായിട്ട് നമ്മുടെ ഗീത മാത്യു, നമ്മുടെ ക്രിസ്തു പറയാനായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. വേദിയിലിരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികൾക്കും, ഇന്ന് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുര്യൻ നമ്മുടെ കാറ്ററിങ്ങിന് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ ആളാണ് കേട്ടോ നമ്മുടെ കുര്യൻ. നിങ്ങൾക്ക് വിവാഹ ആവശ്യത്തിനൊക്കെ ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഉണ്ട്. ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞതാണ്. പുള്ളിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. പല സ്ഥലത്ത് ഇന്ന് തന്നെ 2 പ്രോഗ്രാമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് വിജയിച്ച ഒരാളാണ് ഈ കാര്യത്തിൽ. അപ്പോൾ എല്ലാവരെയും ഭക്ഷണത്തിന് സ്വാഗതം ചെയ്യുന്നു.